ഹായ് അസ്സാം വലൈക്കും നമസ്കാരം. ഹോംലി കുക്കിൽ നിന്ന് ലെമൺ ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ലെമൺ ജ്യൂസ് എല്ലാവർക്കും തന്നെ ചെയ്യാൻ അറിയുന്നതായിരിക്കും, പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലെമൺ ജ്യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മളെടുത്ത നാരങ്ങയുടെ തൊലിയാണ്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ആവശ്യത്തിന് വെള്ളം. ഞാനിപ്പോൾ 2 ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പാലാണ്. 2 ഗ്ലാസ് ജ്യൂസിലേക്ക് ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ പാലാണ് ചേർക്കുന്നത്. പാല് നേരിട്ട് ലെമൺ ജ്യൂസിലേക്ക് ചേർക്കരുത്. വെള്ളം ചേർത്തതിന് ശേഷം മാത്രം പാൽ ചേർക്കുക, അല്ലെങ്കിൽ പിരിഞ്ഞു പോവും. അപ്പോൾ ഇനി ഇതുപോലെ അങ്ങ് 2 പൾസ് കൊടുത്ത് അടിച്ചെടുക്കുക. ഒരുപാട് അടിക്കാൻ പാടില്ല. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് നാരങ്ങയുടെ തൊലി ഒന്ന് പൊട്ടിയിട്ടേ ഉള്ളൂ. ഇതുപോലെയാണ് അടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ നാരങ്ങയുടെ തൊലി നമ്മൾ ജ്യൂസിൽ ചേർക്കുമ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഫ്ലേവർ ജ്യൂസിന് കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്